ബ്രാൻഡഡ് കുർത്തീസിന്റെ അസോർട്ടഡ് ആയിട്ടുള്ള കളക്ഷൻസിന്റെ ഓഫർ സെയിൽ വീഡിയോ ആട്ടോ. ഇതിനകത്ത് തന്നെ പല റേറ്റിലേക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തതുണ്ട്, ഷോപ്പ് കളക്ഷനിൽ വന്നതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ചെയ്ത പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 ആയിരുന്നു. നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 749 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്ന റേറ്റിലേക്കാട്ടോ. ഇതിന്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തതാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് കോഡിൽ തന്നെയായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ കുർത്തിയുടെ മാത്രമായിട്ട് ഫോട്ടോസ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് 999 തന്നെ ഡോബി റയോൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നേക്കുന്ന ഒരു ടോപ്പായിരുന്നു. ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഡോബി റയോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ സെൽഫായിട്ട് തന്നെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുള്ളൊരു ഫാബ്രിക് ആട്ടോ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണോ. 749 ആണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ സ്ലബ് സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് 999 റേറ്റിലേക്ക് വന്നതായിരുന്നു. ബ്ലാക്ക് ആ ഫാബ്രിക് ബ്ലാക്ക് കളറിലേക്കാണ് വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. വിത്ത് കോട്ടൺ ലൈനിങ് ഇതിനോട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അഥവാ സൈസിനകത്തൊക്കെ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഒരു സൈസ് വലുത് എടുത്തിട്ടാണല്ലോ നിങ്ങൾ യൂസ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതിയായിരിക്കും. കാരണം നമുക്ക് ഈ ഓഫർ സെയിലിൽ നമ്മൾ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് തിരിച്ച് നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ 999 റേറ്റിലേക്ക് തന്നെ ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് വന്നേക്കുന്ന ഒരു ബ്രാൻഡഡ് കുർത്തിയായിരുന്നു. പ്രൈസ് ഇപ്രാവശ്യം നമ്മൾ വന്നേക്കുന്നത് 749 ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് ഫ്ലോറൽ പ്രിന്റുകൾ വരുന്ന രീതിയിലേക്ക് കേട്ടോ. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് പോലെ നമുക്ക് പറയാം. ടിഷ്യൂ ഫാബ്രിക്കിനകത്ത് തന്നെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു നമ്മുടെ ഒരു മെറ്റാലിക് ഒരു പീച്ച് കളറോ അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഒരു ഓറഞ്ച് പീച്ച് എന്നൊക്കെ പറയാം കേട്ടോ. ഇതാ വരുന്നത്. പ്രൈസ് വരുന്നത് 749 ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ 999 തന്നെ. ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു സെമി സിൽക്ക് ആട്ടോ. ഒരു ഷിമ്മർ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് പോലത്തെ ഗ്ലൈസിങ്ങും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. കോളർ നെക്ക് പാറ്റേണിലേക്കാണ് വിത്ത് ലൈനിങ് ആണ്. ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ്. അതിൻ്റെ പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 749. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. 999 ആയിരുന്നു പ്രൈസ് വരുന്നത്. ഇങ്ങനെയാണ് വിത്ത് എംബ്രോയിഡറി വർക്ക്. പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 749 ആണ്. ഇതിലേക്ക് ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാട്ടോ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മൊത്തം 799 MRP വരുന്ന കുർത്തീസ് ആയിരുന്നു. 549 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ ഒരു ജോർജറ്റ് പോലത്തെ ഒരു ഇമ്പോർട്ടഡ് ടെക്സ്റ്റൈൽ ഒരു ഫാബ്രിക് ആയിട്ടാണ് വരുന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ഫാബ്രിക് തന്നെ. ഡോബി റയോൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 549 ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു സിൽക്ക് ഫാബ്രിക് ആണ്. ഇതിൻ്റെ സ്ലിറ്റ് ഉണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു സെൽഫായിട്ടുള്ളൊരു വീവിങ്ങിൽ തന്നെ ഒരു ഡിസൈൻ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ലൈലാക്കും ഒരു ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. ഇനി അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. ഡാർക്ക് ഒരു ഗ്രീൻ കളറിലേക്കാട്ടോ. അതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന റയോൺ ഫാബ്രിക്കിനകത്തേക്കാട്ടോ. ഒരു എ ലൈൻ കട്ടിങ് ഒരു പാനൽ കട്ടിങ് പോലെ വന്നിട്ട് സൈഡിലേക്കായിട്ട് പ്ലീറ്റ്സ് വരുന്ന രീതിയിലേക്കാണ്. ഫ്രണ്ടിലെ പാനലിൽ ഫുള്ളായിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്ന രീതിയിലേക്കാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നത് 899 റേറ്റിലേക്കായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് 649 റേറ്റിലേക്കാണ്. ഫ്രീ ഷിപ്പിങ്ങും ആട്ടോ. ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ്. അതിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ 699 പ്രൊഡക്റ്റ് ആയിരുന്നു. 449 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. ഒരു ഒരു സിൽക്ക് ഫാബ്രിക്. അതിൻ്റെ ഒരു റണ്ണിങ് സ്റ്റിച്ചസ് ആണ് അതിൻ്റെ യോക്ക് പോർഷനിലേക്ക് വന്നേക്കുന്നത്. ഒരു 699 നമ്മൾ 449 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്ന റേറ്റിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 699 റേറ്റിലേക്കായിരുന്നു. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. 449 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്ക് 1199 റേറ്റിലേക്ക്, അതായത് 1199 രൂപയുടെ ഒരു ജാക്കറ്റ് ടൈപ്പ് വരുന്ന രീതിയിലേക്കാണ്. ഡോബി റയോൺ തന്നെയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ഒരു ഫുള്ളായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് സെറിയുടെയും ഡിഫറെൻറ്റ് കളേഴ്സിലെ ത്രെഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നതായിരുന്നു. ഇത് വന്നേക്കുന്ന ഒരു ഇന്നർ ഒരു ആ സെയിം ഫാബ്രിക്കിന് തന്നെ ഒരു ഇന്നറും കൂടെ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലേക്ക്. നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 999 ആണ്. അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു മെറൂൺ കളറിലേക്ക് ഒരു റെഡിഷ് മെറൂൺ ആട്ടോ. ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്.
അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാവും. കാരണം ഇതൊക്കെ നമ്മളത്തെ മിക്ക പ്രൊഡക്റ്റുകളും തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഓൺലൈൻ ചെയ്ത പ്രൊഡക്റ്റുകളുണ്ടാവും. ഇനി അതിലും ഷോപ്പിൽ വന്നതാണെങ്കിലും എല്ലാം തന്നെ ലിമിറ്റഡ് പീസസും മാത്രം, സൈസസ് ഒക്കെ ഓൾറെഡി കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാക്സിമം എല്ലാവരും തന്നെ വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. കാരണം ഇതൊക്കെ എന്നാൽ ഇങ്ങനെ ലിമിറ്റഡ് പീസ് ആയതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിലൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്കിന് ഓർഡർ മീൻസ് ഇതിൻ്റെയൊക്കെ ഐറ്റംസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാവരും വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം.